കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഓണത്തിൻ്റെ ഒരു വീഡിയോ, കോളേജിൽ ഓണ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഓണ സെലിബ്രേഷനാണല്ലോ. ഇന്ന് അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എന്താ വടംവലി, പൂക്കളച്ച്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലും പറയാനുണ്ടാവും. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഓണം ആദ്യമായിട്ടാണ് സെലിബ്രേഷൻ പോണത്. അതിന് മുന്നേ ഡാൻസ് ക്ലാസ്സൊന്നും ഓണം സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞതിന് മുന്നേ ചിങ്ങം 1-ാം തീയതി ഞാനൊരു ഡാൻസ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിരൂപികന്നുണ്ട് ആലുവയിൽ. അപ്പോൾ അവിടെ അത്യാവശ്യം അടിപൊളിയാണ്. എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ പോയി പഠിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി ചേർന്നു. അങ്ങനെ ഇന്ന് അവിടുത്തെ ഓണ സെലിബ്രേഷനാണ്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോവാണ്. അപ്പം നമുക്ക് റെഡിയാകണം. നമുക്ക് മേക്കപ്പ് ലുക്ക് എന്നാൽ തുടങ്ങാം. ഞാൻ ജസ്റ്റ് ഒരു കുർത്ത പോലത്തെ സംഭവം ഇട്ടാണ്, ജസ്റ്റ് പോലുള്ള കുർത്ത. അതിൻ്റെ ഷോള് വരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഫേസും ഹെയറും കൂടി ചെയ്യാൻ. അത്യാവശ്യം ഡ്രൈ ആണല്ലോ, നല്ലോണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിൻ നല്ല ഡ്രൈ ആണ്, പിന്നെയും കുറച്ച് ഇതായിട്ടുണ്ട്. ബാക്കി ചെയ്യണം.
ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഷോള് എന്നത് തിങ്ങണം. വൈറ്റ് രണ്ടും ഇട്ടോക്കാം ആണ് ഞാൻ ഒരു കമ്മല് പറഞ്ഞത്. ഷോള് കാണുക കമ്മലാണ് ഭയങ്കര എൻ്റെ ഒരു ഇയറിങ്സ് ഫാഷൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഇടാം. വൈറ്റ് ആയാലും ഈ ഡ്രസ്സ് ഞാൻ മീഷോ മീഷോ വാങ്ങിയതാണ്. പിന്നെ ഇയറിങ്സിനകത്ത് കാണിച്ചില്ല മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം നല്ല ഹെവി ഇയറിങ്സ് കൂടുതൽ അഫോർഡബിളാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി ഇയറിങ്സ് ആണ്. ഞാൻ അതിൻ്റെ പേജിലായിട്ട് പല ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കും. എന്താ
അവിടുന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചതെന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ബട്ട് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഞാൻ വെച്ചപ്പോൾ എനിക്ക് സ്യൂട്ടാവാൻ തോന്നുന്നു. അങ്ങനെ അങ്ങനെ അപ്പം അങ്ങനെ എൻ്റെ ലുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പോവാം, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ പരിപാടി തുടങ്ങിയിട്ടോ. ഞാനിപ്പോൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, വഴിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തി, ഇവിടെ പരിപാടി തുടങ്ങി. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് അങ്ങനെ മലയാളി മംഗ കോമ്പറ്റീഷൻ കഴിഞ്ഞു. അടുത്തത് എൻ്റെ ഒരു ചെറിയൊരു ഡാൻസാണ് കേട്ടോ. കേരള സ്ട്രീമാൻ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി 5 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യും. അത് ഈ ക്വിസ് പോലെ നടത്തുന്ന അതിൻ്റെ ബേസിലാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ.
മാവേലിക്കര കരുനാഗപ്പള്ളി എല്ലാം വന്നിട്ട് കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം. കഴിഞ്ഞു. ഫസ്റ്റ് വിവേകിനാണ് കിട്ടിയിരിക്കുന്നത്. ബിഗിനിങ് എല്ലാം മാർക്ക് കൂടി ടാലി ചെയ്യുമ്പോഴാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് സോനുവും നീരജും തമ്മിലൊരു ടൈപ്പാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം ഉത്തരം പറയുന്നത് മനസ്സിലായ? 2 ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല, ആദ്യം ഉത്തരം പറയുന്നത്. ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഒരു ഗെയിമേ. മഹാബലിയുടെ പിതാവിന്റെ പേരെന്താണ്? അറിയില്ല. വേഗം പറയടേ, എന്തുവാ? ഓണം കേരളത്തിന് ദേശീയ ഉത്സവമാക്കിയ വർഷം? മൊത്തം ഒരു മിനിറ്റ് ശ്രദ്ധിച്ചു കേൾക്കാം. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെ? വിന്നേഴ്സിനെ വിളിക്കാം. തേർഡ് പ്രൈസ് അല്ലേ? തേർഡ് പ്രൈസ് ഗോസ് ടു ഇസബെൽ ജൂലിയൻ. നിങ്ങളല്ലേ ജഡ്ജസ് കൊടുത്തു കാണിക്കുന്ന? ആ അമ്മ വന്നു. കിട്ടിയോ? ഒരു മിനിറ്റ് നിൽക്കാം. എല്ലാരും ഇവിടെ ഇരുന്ന് ഓടാറാ. അടുത്തത് കുട്ടികളുടെ കേരള ശ്രീമാൻ കുഞ്ഞുമക്കളുടെ മത്സരത്തിൽ 3 പേരും പ്രായം കൊണ്ടൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന 3 പേർക്കും ഒരേ സമ്മാനം വരും. 3 പേരും ഓരോരുത്തരായിട്ട് പോകും. നിങ്ങളുടെ തിരിഞ്ഞിലേക്ക് മറ്റേ ഗായത്രി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ലക്ഷ്മി പ്രിയ. Yes.
സദ്യ അടിക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാട്ടോ, സദ്യ റെഡി ആകുമ്പോഴേക്കും. സദ്യ എടുത്ത് വെക്കണുള്ളൂ, അപ്പോഴേക്കും ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇത് ലാസ്റ്റ് സെക്ഷൻ ആട്ടോ, സീനിയേഴ്സിൻ്റെ മിഠായി വറുക്കലിൻ്റെ. പിന്നെ അടുത്തത് കുട്ടികളുടെ പിന്നെയും തുടങ്ങാണ് പാവയുടെ മത്സരമാണ്. പാവ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് പാവരിക്കുന്ന ആളുടെ കയ്യിൽ ആൾ ഔട്ടാവും, അങ്ങനത്തെ ഗെയിമിൽ ആയി അത് തുടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് സദ്യ വയ്ക്കാൻ നമ്മൾ പോകും. തൽക്കാലത്തേക്കെല്ലാം നിർത്തി വെച്ചു. ഇനി സദ്യ കഴിച്ചിട്ടാവാം ബാക്കി എന്നുള്ള രീതിയിലാണ്. സദ്യ കഴിഞ്ഞിട്ടെങ്കിൽ ബാക്കി ഗെയിംസ് കണ്ടിന്യൂ ചെയ്യട്ടോ. സദ്യ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്ക് ടു സ്റ്റേജ് എന്ന് പറയില്ല, അതുപോലെ ഞങ്ങൾ ബാക്ക് ടു ഞങ്ങളുടെ പെർഫോമൻസിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു ഡാൻസ് ഓൺ ദ സ്പോട്ടാണ് ഞാൻ ഡാൻസ് പരിപാടി ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്പൂൺ റൈസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അടിപൊളി പരിപാടിയായിരുന്നു. സദ്യ കഴിച്ചു, പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആസ് യൂഷ്വൽ പറയണ പോലെ തന്നെ
അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.